ഹലോ! എന്തൊക്കെയാ വിശേഷം? അപ്പം നമ്മളിന്നൊരു നോമ്പ് തുറക്ക് പോകുന്ന വീഡിയോ ആണ് ട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ വീട്ടിന്ന് ഇറങ്ങി മേലെത്തിയപ്പോഴേക്കും ഒരു ഓട്ടോയിൽ കയറി പോകാമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോ ഇട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ട്ടോ. അപ്പം നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി ഇതാ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിലല്ല, ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി ബസ്സിലാണ് ട്ടോ നമ്മൾ പോകുന്നത്. അനൂക്ക ഇല്ല. അനൂക്ക ഓട്ടം പോയതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മച്ചീൻ്റെ കൂടെയാണ് പോകുന്നത്. ഉമ്മച്ചി ടൗണിലുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മച്ചീൻ്റെ കൂടെയാണ് പോയത്. ബസ് സ്റ്റാൻഡിലായതുകൊണ്ട് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി ട്ടോ. ഈ ബസ് സ്റ്റാൻഡ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റുവാണ്. കാരണം കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ബസ്സിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി ഇതാ നമ്മൾ കുറച്ചും കൂടെ ദൂരം പോകാനുണ്ട്. അപ്പോൾ ഓട്ടോയിൽ പിന്നെയും പോവുകയാണ് കേട്ടോ, കുറച്ച് ഉള്ളോട്ടേക്ക്. അങ്ങനെ നമ്മളിതാ തറവാടിൻ്റെ അവിടെ എത്തി. ഉമ്മച്ചീൻ്റെ വീട്ടിലാണ് കേട്ടോ തറവാട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉമ്മച്ചീൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നോമ്പ് തുറക്കാൻ. അങ്ങനെ ഇതാ നമ്മൾ വരുന്നത് കണ്ടിട്ട് തന്നെ എല്ലാവരും ഇവിടെ, ഞാനിങ്ങനെ വീഡിയോ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ, ആരും ഇങ്ങോട്ടേക്ക് വരാതെ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഇതാ ഈ സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റുമാണ്. കാരണം ചെറുപ്പത്തിൽ ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ തറവാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം ഇനിയിപ്പോൾ നോമ്പാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ ആദ്യം പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അടുക്കളയാണ്. അപ്പം അടുക്കളയിൽ എന്തൊക്കെ നടക്കുന്നു നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പണിയിലാണ്. ഓരോ സാധനങ്ങളൊക്കെ പൊരിച്ച് വെക്കുന്നുണ്ട്, റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്തായാലും നേരം വൈകി, ഞാൻ വൈകുന്നേരമാണ് പോയത്. അപ്പോഴേക്കും എല്ലാവരും എല്ലാ പണികളും ഒക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊരിക്കലിൻ്റെയൊക്കെ ലാസ്റ്റ് പരിപാടികളിലാണ്. ഞാൻ അച്ഛൻ അംഗൻവാടിയിൽ നിന്നൊക്കെ കൂട്ടിയതിൻ്റെ ശേഷമൊക്കെയാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഇതാ ഇത് നമ്മളെ തറവാട്ടിലുള്ള പശുക്കളാണ് കേട്ടോ. തറവാട്ടിൽ ചെറുപ്പം തൊട്ട് ഈ കാലം വരെ ഉള്ളൊരു സംഭവമാണ് പശുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഉമ്മച്ചിൻ്റെ ഉമ്മ എപ്പോഴും ഈ ഒരു ഇവരുമായിട്ടുള്ളൊരു സമ്പർക്ക ജീവിതമാണ് കേട്ടോ. അപ്പം പിന്നെ എല്ലാ പരിപാടികളും ഓരോരുത്തർ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഉണ്ടായിരുന്നത് ചിക്കൻ ചില്ലി പൊരിക്കൽ മാത്രം കേട്ടോ. ബാക്കി അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിരുന്നു. ഞാൻ പൊരിച്ചെടുക്കൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും ഒരു പണി ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ ഞാൻ ആ സമയത്ത് ഞാൻ പൊരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വർത്തമാനങ്ങൾ എൻ്റെ വിശേഷങ്ങളും പറയുന്നുണ്ട്, പൊരിക്കലും നടക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ നോമ്പ് തുറക്കാനൊക്കെ ഏകദേശമായി. അപ്പോൾ നോമ്പ് തുറ മാത്രമല്ല കേട്ടോ, നമുക്ക് ഉസ്താദിൻ്റെ ചിലവും കൂടെ ആയിരുന്നു ഇന്ന്. അപ്പോൾ അവർക്കുള്ളതും കൊടുത്തു വിടുകയാണ് കേട്ടോ. ഓരോന്നും എടുത്തിട്ട് നമ്മളെല്ലാം നിരത്തി വെച്ചിട്ട് അതിൽ നിന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉസ്താദിനുള്ളതും കൊടുത്തു വിടുകയാണ്. അതും ഏകദേശം ആ ടൈം ആകുമ്പോൾ റെഡിയാക്കി വെക്കണമല്ലോ. അപ്പം നമ്മൾ വീടിൻ്റെ മുന്നിൽ തന്നെ ഫുള്ള് ടേബിളൊക്കെ ഇട്ട് അതിലാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ളവരൊന്നുമില്ല കേട്ടോ. നമ്മൾ മക്കൾ, ഉമ്മച്ചീൻ്റെ ഉമ്മാൻ്റെ മക്കളും പേരക്കുട്ടികളും അവരുടെ കുട്ടികളും അങ്ങനെയുള്ളവർ മാത്രം കേട്ടോ. അല്ലാതെ പുറത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി വെച്ച് എല്ലാവരും ഇങ്ങനെ ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ആരും ആദ്യം ഇരുന്നിട്ടൊന്നുമില്ല, കാരണം ഏകദേശമായി വരുന്നേ ഉള്ളൂ. അപ്പോഴും ഓരോരോ പരിപാടികളായിരുന്നു കേട്ടോ നമ്മളെ അടുക്കളയിൽ നിന്ന്. അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കാനായപ്പോഴേക്കും എല്ലാവരും വന്നിരുന്നു. മക്കളൊക്കെ അപ്പോഴേക്കും തുറന്നു കേട്ടോ. നോമ്പ് തുറക്കലൊക്കെ അവരത് കഴിഞ്ഞു. നമ്മളൊക്കെ ഇതാ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ജസ്റ്റ് ഒരു മിനിറ്റ് മുമ്പാണ് കേട്ടോ വന്നിരുന്നത്. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത്. എല്ലാവരും കൂടി ഇത്രയും പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ അങ്ങനെ നോമ്പ് തുറയൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കാനിരുന്ന്. പൊറോട്ട, പത്തിരി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, കോഴിക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിതാ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ബോധം പോയ പോലെ. അപ്പോൾ ഇതെൻ്റെ ഉമ്മച്ചീൻ്റെ ഏട്ടത്തിൻ്റെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആരും മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കമൻസ് ഇടണം, എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.